കിട്ടാതെ ഇവിടെ ചുമ്മാ ഇരുന്ന ഒരു പയ്യന്റെ അടുത്ത് വന്നിട്ട് അവന്റെ മുറി പോലും വകയ്ക്കാതെ കുടിച്ചിരിക്കണ. എന്തിനാ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? വോളിയം ഒക്കെ കേക്കട്ടെ. ബാഗിൽ കഞ്ചാവ് കൊണ്ടുവന്ന വല്ല പറയെടുത്ത് കാണിറാ. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. എല്ലാരും നല്ല തന്നെ പറയുന്നത്. കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണിതോ. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? ഞാൻ ചോര എന്നടാ തിന്നണത്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഓ, നീ എപ്പോഴും ഉളിപ്പത്തി മാത്രമായിരിക്കില്ലല്ലോ. ഒരൊറ്റ അടിക്ക് വട്ടോടിച്ച് 2 പീസായി കളഞ്ഞു. ഇന്നല്ല നിന്റെ മോളിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പിടിവിട്ട് ഞാൻ എവിടെയല്ലേ നിക്കണത്? അല്ല പിടിവിട്ട് നിങ്ങൾ, ഞാൻ എവിടെയല്ലേ നിൽക്കുന്നത്? ആര്യനാട്, നെടുമങ്ങാട്, കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു. നീ പോലീസുകാരന്റെ കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടല്ലടാ. ക്രിമിനൽ മൈൻഡടാ. പിടിവിടാ, ഓടില്ലടാ, പേടിക്കല്ലേ എന്ന് നീ പറയും, ഞാൻ പറയില്ല. കേരള ജീപ്പില് കണ്ടല്ലേ എന്റെ കൈ വയ്യായിരുന്നില്ല, രണ്ടെണ്ണത്തിന് ഞാൻ വിട്ടില്ല. யாரா நீங்களா? என்னடா பண்ணிட்டு இருக்கீங்க? കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി. നല്ല ഒന്നാം തര പണിയും മുടിയല്ല തലവരെ, മുടിയല്ല തലവരെ. എന്റെ മുടി വേനിക്കാണ്, എന്റെ മുടി വേനിക്കാണ് മൈരെ. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി പയറ്റ് തുടങ്ങാം. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. അത് മതി, ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഒരു സമൂഹം എതിരാണ്. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ. എനിക്ക് ഇറങ്ങാൻ അറിയാം. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. പ്രശ്നം പറ, പ്രശ്നം പറ. ആദ്യം നിന്റെ ഷോ നിർത്തും. എന്തിനാ അതിന്റെ ആവശ്യം എന്തിനാട്ടാ? നിങ്ങൾ കാര്യം പറയാട്ടാ. മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചാ. ഇത് സജാചാരമൊന്നുമല്ല. മറ്റേ സാറേ അമ്മാര് അങ്ങനെയാണെന്നുള്ള വിധത്തില്ലേ, അതാണ് ഈ വീഡിയോ എടുപ്പ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാണ്? എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി. നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്?